സ്നേഹം ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം എന്നത് സ്നേഹമാണ്. ഇത് നമ്മുടെ മഹാത്മജിയുടെ വചനങ്ങളാണ്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റും. സ്നേഹത്തിലൂടെ തന്നെ നമുക്ക് ദൈവത്തെ ദർശിക്കാനും കഴിയും. സ്നേഹമുള്ളവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതൊന്ന് ചിന്തിച്ച് നോക്കൂ. സ്നേഹമുള്ളവരെ കണ്ടാൽ അവരുടെ മുഖത്ത് നല്ല പ്രസരിപ്പായിരിക്കും. അത് നല്ല സന്തോഷമായിരിക്കും, എപ്പോഴും നല്ല സന്തോഷമായിരിക്കും. പ്രസന്നമായ മുഖമായിരിക്കും, തെളിച്ചമുള്ള കണ്ണുകൾ, നല്ല നല്ല കാര്യം പറയാനുള്ള ആ ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കും. മധുരമായ വാക്ക്, ആത്മാർത്ഥത എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളെ കണ്ടുമുട്ടുന്ന മാത്രയിൽ തന്നെ അവർക്ക് ഒരു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു സമീപനം നമ്മളെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. സ്നേഹത്തോടെ വിളിക്കുകയും ഒക്കെ ചെയ്യും. അവരെ സ്നേഹമുള്ളവരെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആത്മാർത്ഥത കാണും അവർക്ക്. നല്ല നല്ല കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം എന്നുള്ളത് നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിലൊക്കെ ഉപരി എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഏറ്റവും നല്ല സൗഹൃദങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. സുഹൃത്ത് ബന്ധങ്ങൾ. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു പറിച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റ് കുൽസിത മാർഗത്തിലൂടെ നേടിയെടുക്കാവുന്നതോ അല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം സ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നതും. ആ സ്നേഹം വേണമെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ട് തിരികെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ്. നല്ല നല്ല സ്നേഹിതരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയല്ലോ, നമുക്ക് നല്ലൊരു സ്നേഹമുള്ള ആൾക്കാർ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ടും നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അതിനനുസരണമായൊരു സമീപനം ഉണ്ടാകണം. സ്നേഹം കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. സ്നേഹവും കടമയും ഒന്നു ചേർന്ന് പോകും. കടമയെ സന്തോഷപൂർണ്ണമാക്കി തീർക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മഹാകവി കുമാരനാശാൻ പറയുന്നത് ഒരു കവിത ഉണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല മഹത് വ്യക്തികളും സ്നേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മദർ തെരേസ, മാതാ അമൃതാനന്ദമയി എന്നൊക്കെ പറയുന്ന മഹത് വ്യക്തികളാണ്. അവരുടെ ആധുനിക കാലത്തെ സ്നേഹം പകരുന്ന വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയി. എല്ലാ രീതിയിലും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് അവർ. സ്നേഹപ്രകടനത്തിലൂടെ അമ്മ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിശുഭാവത്തെ ഉണർത്തുന്നു. സ്നേഹം പകർന്നു തരുന്നതോടൊപ്പം എല്ലാവരും പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളുമാണെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹം ലോകത്തിൻ്റെ ജീവനാണ്. സ്നേഹമില്ലാത്ത ജീവിതം അന്ധകാരമയമായി അനുഭവപ്പെടും. സ്നേഹത്തോടു കൂടി സൽകൃത്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് നമ്മുടെ ജന്മം നമുക്ക് ജീവിച്ചു തീർക്കാം. അതായത് അതിനുവേണ്ടിയാണ് ജീവൻ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെ. ഈ ജന്മം നമുക്ക്, ഈ അസുലഭമായ ഈ ജന്മം സ്നേഹത്തോടു കൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ തന്നെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം.